ഏതൊരു കേക്കിനും ബേസിക് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന വാനില സ്പഞ്ച് കേക്കിന്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. രണ്ട് തരത്തിലുള്ള സ്പഞ്ച് കേക്കുകളാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത്. 1 കിലോ വാനില കേക്കിന് യൂസ് ചെയ്യുന്ന സ്പഞ്ച് കേക്കും അതുപോലെ തന്നെ 1.5 കിലോ വാനില കേക്കിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന സ്പഞ്ച് കേക്കും. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ നമുക്ക് ആദ്യം 1 കിലോ വാനില കേക്കിനുള്ള സ്പഞ്ച് കേക്ക് ഉണ്ടാക്കാം. അത് കഴിഞ്ഞ് നമുക്ക് 1.5 കിലോയുടെ കേക്ക് ഉണ്ടാക്കാം. അതിനായിട്ട് ആദ്യം നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് റെഡിയാക്കി എടുക്കണം. ഞാനിവിടെ കേക്ക് ബേക്ക് ചെയ്യാനായിട്ട് അലുമിനിയത്തിന്റെ പാത്രമാണ് കേക്ക് ടിന്നാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം ഇതിലൊന്ന് ഓയിൽ ബ്രഷ് ചെയ്തെടുക്കാം. നന്നായിട്ട് സൈഡ് ഭാഗങ്ങളും അടിഭാഗത്തൊക്കെ ആയിട്ടൊന്ന് നന്നായിട്ടൊന്ന് ബ്രഷ് ചെയ്തെടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഒരു ബേക്കിംഗ് പേപ്പർ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തതാണ്. ഇതൊന്ന് വെച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് വെക്കുക. ഇനി ഇതിൻ്റെ മുകളിൽ ചെറുതായിട്ട് ഒന്നുകൂടി ഒന്ന് ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കിതൊന്ന് മാറ്റി വെക്കാം. 7 ഇഞ്ചാണ് കേട്ടോ ഈ പാത്രത്തിൽ. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട പൊടികളൊക്കെ ഒന്ന് അരിച്ച് മാറ്റി വെക്കണം. അതിനായിട്ട് ഞാനിവിടെ 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ഉപ്പ്, ഇത്ര എടുത്തിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് അരിപ്പയിലേക്ക് ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം. ഇനി ഇത് 2 പ്രാവശ്യം അരിച്ചെടുക്കുക. അതിനുശേഷം 1 സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എങ്കിലേ നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റ് ആയി കിട്ടുള്ളൂ. ഇനി നമുക്ക് വെറ്റ് ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഞാനൊരു ബൗളിലേക്ക് 4 മുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് കൂടി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. പിന്നെ ഇത് ബീറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ നന്നായിട്ട് തന്നെ ബീറ്റ് ചെയ്തെടുക്കണം. അതായത് നന്നായിട്ട് ഇതൊന്ന് പതഞ്ഞ് പൊങ്ങി വരണം. എങ്കിൽ മാത്രമേ നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുള്ളൂ കേട്ടോ. ഇനി നമുക്കിതിലേക്ക് 1 കപ്പ് പൗഡർഡ് ഷുഗർ ഇട്ട് കൊടുക്കാം. ഇതിട്ട് കൊടുക്കുന്ന സമയത്ത് കുറേശ്ശെയായിട്ട് കുറച്ചായിട്ട് വേണം ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. എങ്കിലേ ഇത് കറക്റ്റായിട്ട് നന്നായിട്ട് ബീറ്റായി കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഇത് കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ കണ്ടില്ലേ, ഇതുപോലെ നന്നായിട്ട് പതഞ്ഞിട്ട് പൊങ്ങി അതിൻ്റെ കളർ തന്നെ നന്നായിട്ട് ഒരു ലൈറ്റ് വൈറ്റിലേക്ക് മാറണം. ഈ സമയം വരെ നമ്മൾ ബീറ്റ് ചെയ്തെടുക്കണം. ബീറ്ററിൻ്റെ മാർക്ക് ഈ ബാറ്ററിൽ കാണുന്നത് വരെ നമ്മൾ ബീറ്റ് ചെയ്തെടുക്കണം. ഈ ഒരു പരുവത്തിലാണ് നമുക്ക് വേണ്ടത്. ഇനി നമുക്ക് ബീറ്റർ മാറ്റി വെക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ പാൽ ഒഴിച്ചു കൊടുക്കാം. ഞാനൊരു ചെറിയ ചൂടുള്ള പാലാണ് ഒഴിച്ചിട്ടുള്ളത്. സാദാ പാൽ ഒഴിച്ചാലും മതി. പക്ഷേ തണുപ്പുണ്ടാവാൻ പാടില്ല. ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുക്കുന്ന പാൽ ഇതിലേക്ക് യൂസ് ചെയ്യാൻ പാടില്ല. റൂം ടെമ്പറേച്ചറിലുള്ള പാലായിരിക്കണം. അത് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നുകൂടി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ കൂടി ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. ഇതുകൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ഒന്നുകൂടി ഒന്ന് ഇത് മിക്സ് ചെയ്തെടുക്കണം. ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. അതൊന്ന് നന്നായിട്ടൊന്ന് എല്ലാതും കൂടി ഒന്ന് മിക്സായി കിട്ടിയാൽ മതി. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ അരിച്ചു മാറ്റി വെച്ച പൊടിയുടെ മിക്സ് ഉണ്ടല്ലോ, അതൊന്ന് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഇത് മിക്സ് ചെയ്തെടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കണം കേട്ടോ. കുറച്ച് ആയിട്ട് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. അതായത് ഒരു 4-5 തവണയായിട്ട് നമ്മൾ ഇതിലേക്ക് പൊടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ചെറുതായിട്ടൊന്ന് മെല്ലെ ഫോൾഡ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ഇതുപോലെ അതായത് നമ്മൾ ഒന്ന് ഫോൾഡ് ചെയ്യുക, പിന്നെ ഒന്ന് കട്ട് ചെയ്യുക, പിന്നെ ഒന്ന് ഫോൾഡ് ചെയ്യുക, ഒന്ന് കട്ട് ചെയ്യുക. ഈ ഒരു മെത്തേഡിലാണ് നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾ ബീറ്റർ വെച്ചിട്ട് നമുക്കിത് ചെയ്യാം. പക്ഷെ അതിലും ബെറ്റർ ആവുക എങ്ങനെയാണ് നമ്മൾ ഫോൾഡ് ചെയ്തെടുക്കുന്നതാണ്. ഇതുപോലെ മുഴുവൻ പൊടിയും ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. ഇനി നമുക്കിത് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള കേക്ക് ടിന്നിലേക്കൊന്ന് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തട്ടിയതിന് ശേഷം നമുക്കിത് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പാത്രത്തിലേക്ക് മാറ്റാം. ബേക്ക് ചെയ്യാനുള്ള പാത്രം ഞാൻ നേരത്തെ ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ചൂടാവാൻ വേണ്ടിയിട്ട് വെച്ചിരുന്നു. ഞാനിവിടെ അലുമിനിയത്തിൻ്റെ പാത്രമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൽ കുറച്ച് ഉപ്പിട്ടതിന് ശേഷം അത് നന്നായിട്ട് സ്പ്രെഡ് ചെയ്തിട്ട് അതിൻ്റെ നടുവിലായിട്ടൊരു സ്റ്റാൻഡ് വെച്ചിട്ട് ഒന്ന് മൂടി വെച്ച് ഒരു 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ചൂടാക്കി എടുത്തതാണ്. ഇതിലേക്ക് ഞാൻ കേക്കിൻ്റെ ബാറ്റർ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 40 to 45 മിനിറ്റ് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അതിനുശേഷം നമുക്ക് നോക്കാം ഇതായിട്ടുണ്ടോ എന്ന്. ഇപ്പോൾ ഏകദേശം ഒരു 35 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം ആയിട്ടുണ്ടോ എന്ന്. ഇത് നന്നായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്ന് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ഇതിൻ്റെ മുകൾ ഭാഗമൊക്കെ കണ്ടല്ലോ, നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ല സോഫ്റ്റുമാണ്.
ഇപ്പോൾ ഇത് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തൊട്ട് നോക്കുന്ന സമയത്ത് തന്നെ നമുക്ക് അറിയാൻ പറ്റും നല്ല സോഫ്റ്റ് ആണ്. നമുക്ക് ഇത് മറ്റൊരു പാത്രത്തിലേക്കൊന്ന് മാറ്റാം. അതിനായിട്ട് ഞാൻ ഇതിൻ്റെ അരികുഭാഗത്തൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് വിടിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് വേറൊരു പ്ലേറ്റിലേക്ക് ഇതൊന്ന് മാറ്റി നോക്കാം. ഞാനിവിടെ ഒരു കേക്കിൻ്റെ ബേസാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു ബേസിലേക്ക് നമുക്ക് ഈ ഒരു കേക്ക് മാറ്റി നോക്കാം. കേക്ക് അപ്പോൾ സ്റ്റാൻഡിലേക്ക് മാറ്റിയിട്ടുണ്ട്. കേക്കിൻ്റെ അടിഭാഗം ഒന്നും കരിഞ്ഞിട്ടില്ല, നല്ല കറക്റ്റായിട്ട് തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലുള്ള ബേക്കിംഗ് പേപ്പർ ഒന്ന് മാറ്റാം. ഇപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ കേക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ നമുക്കിനി അടുത്ത കേക്കിലേക്ക് പോവാം. 1.5 കിലോയുടെ വാനില കേക്ക് ഉണ്ടാക്കുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന സ്പഞ്ച് കേക്കാണ് ഇനി ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം. ഈ ഒരു കേക്കിനായിട്ട് നമുക്ക് ആദ്യം ഇതിനാവശ്യമായിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് അരിച്ച് മാറ്റി വെക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു അരിപ്പയിലോട്ട് 1.5 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്, അതൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1.5 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുക. ഇത് ഒരു 2-3 പ്രാവശ്യം ഒന്ന് അരിച്ചെടുക്കുക. അതിനുശേഷം നമുക്കിതൊന്ന് സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം. ഇനി നമുക്കിതിലേക്ക് മുട്ടയൊക്കെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു 6 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. ഈ 6 മുട്ടയും നമുക്ക് ഒന്ന് പൊട്ടിച്ചിട്ട് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. പിന്നെ ഞാനിതിലേക്ക് 1.5 ടീസ്പൂൺ വാനില എസൻസും അതുപോലെ തന്നെ ഒരു 1.25 കപ്പ് പൗഡർഡ് ഷുഗറും ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെയാണ്. വാനില എസൻസ് ഞാൻ ഈ മുട്ടയുടെ കൂടെ തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പൗഡർഡ് ഷുഗർ കുറേശ്ശെയായിട്ടാണ് 1.25 കപ്പ് ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ട് ബീറ്റായി വന്നിട്ടുണ്ട്. ബീറ്റിൻ്റെ മാർക്കൊക്കെ ഇതിൽ തെളിഞ്ഞ് കാണാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 1/4 കപ്പ് പാലാണ് ഞാൻ എടുത്തിട്ടുള്ളത്, അതൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് ഒന്ന് മിക്സായി കിട്ടുന്നവരെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 കപ്പ് ഓയിൽ കൂടി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടി ഒന്ന് ബീറ്റ് ചെയ്തിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ നമ്മുടെ മുട്ടയുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ അരിച്ചു മാറ്റി വെച്ച പൊടിയുടെ മിക്സ് ഉണ്ടല്ലോ, അതൊന്ന് കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുത്തിട്ട് വേണം ഇത് ഫോൾഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഞാനിത് ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാനിലാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. അതിനായിട്ട് ഞാൻ നോൺ സ്റ്റിക്കിൻ്റെ പാനിൽ കുറച്ച് ഓയിൽ ബ്രഷ് ചെയ്ത് എടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഇത് 9 ഇഞ്ചിൻ്റെ പാനാണ് കേട്ടോ. ഇതിലാണ് നമ്മൾ കേക്ക് ബേക്ക് ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ നമ്മുടെ കേക്ക് ടിൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് തട്ടി കൊടുക്കണം. 2-3 പ്രാവശ്യമായിട്ടൊന്ന് തട്ടി കൊടുക്കുക. എന്നിട്ട് നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. ഇത് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നേരത്തെ തന്നെ ഞാനൊരു അലുമിനിയത്തിൻ്റെ തട്ട് ചൂടാവാൻ വേണ്ടിയിട്ട് വെച്ചിരുന്നു. ഇനി ഇതിന് മുകളിലായിട്ട് നമുക്ക് കേക്ക് ടിൻ ഒന്ന് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇത് മൂടി വെച്ചിട്ട് ഒരു 35-45 മിനിറ്റ് വരെ ഒന്ന് നമുക്ക് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഏകദേശം ഒരു 40 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ കേക്ക് ഇവിടെ നന്നായിട്ട് ബേക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഒന്ന് തുറന്ന് നോക്കാം. ഇത് റെഡി ആയിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു സ്ക്യൂർ വെച്ചിട്ട് ഇതിലേക്കൊന്ന് ഇൻസേർട്ട് ചെയ്ത് നോക്കുക. സ്ക്യൂർ എടുക്കുന്ന സമയത്ത് അത് ക്ലീൻ ആണെങ്കിൽ നമ്മുടെ കേക്ക് ബേക്ക് ആയിട്ടുണ്ട് എന്നാണ് അർത്ഥം. ഇപ്പോൾ നമ്മുടെ സ്ക്യൂർ നന്നായിട്ട് ക്ലീൻ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് തണുക്കാൻ വേണ്ടിയിട്ടൊന്ന് മാറ്റി വെക്കാം. ഇപ്പോൾ കേക്ക് ഇവിടെ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അതിനു മുമ്പായിട്ട് നമുക്ക് ഇതിൻ്റെ അരികൊക്കെ ഒന്ന് വിടിച്ചെടുക്കണം. എന്നിട്ട് വേണം വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ ഈ 2 കേക്കുകൾ ഉണ്ടാക്കിയിട്ടുള്ളത് നമ്മുടെ അടുത്ത റെസിപ്പി 2 ടയർ കേക്കാണ്, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ എല്ലാവരും ആ റെസിപ്പി കാണണം കേട്ടോ. ഞാൻ ഉടനെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ കേക്ക് ഞാൻ വേറൊരു ബേസിലേക്ക് മാറ്റിയിട്ടുണ്ട്.
നമുക്ക് കണ്ടാൽ തന്നെ അറിയാം നല്ല സൂപ്പർ സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. അപ്പോൾ എല്ലാവരും ഈ 2 കേക്കുകളും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് കേക്കുകൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പ്രീവിയസ് വീഡിയോസ് ഒക്കെ കാണാനും മറക്കരുത്. കൂടാതെ എന്നും പറയും പോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. കൂടെ കാണുന്ന ബെല്ലൈക്കൺ കൂടി എനാബിൾ ചെയ്യുക. അപ്പം ഞാനിടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കും. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ പുതിയ റെസിപ്പിയുമായിട്ട് കാണാം. അതുവരെ ബൈ.